ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വ്ലോഗ് കുലീനയായ കുറച്ച് സ്ത്രീകളുടെ മനോഹരമായ തീറ്റയിൽ നിന്നാണ്. അപ്പോൾ ഒന്നുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ സുജാമിസ്, നസ്ര കോളേജിലെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സുജാമിസ് കൊണ്ടുവന്ന പരിപ്പുവടയാണ് കേട്ടോ. സുജാമിസ് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും എന്നുള്ളത് ഇന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ മിസ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്സിന്റെ പരിപ്പുവട ഭയങ്കരമായിട്ട് കേട്ടറിവുണ്ട്, അപ്പം മിസ് ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ പാവം മിസ് എന്ത് ചെയ്തെന്നറിയോ, പരിപ്പുവട ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾക്ക് കൊണ്ടുവന്ന പരിപ്പുവടയുടെ പങ്ക് പറ്റാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിലെ നൗഫൽ സാറും വന്നിട്ടുണ്ട്. അപ്പോൾ മൈ ഡിയേഴ്സേ, നമ്മുടെ ഓഫ് സ്റ്റേജ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ആർട്സ് വന്നിട്ടുണ്ട്. ആർട്ടോളം എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ ആർട്ടോളത്തിൻ്റെ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനും സാബിറ മിസ്സും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എലക്യൂഷൻ കോമ്പറ്റീഷൻ്റെ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നിങ്ങളിങ്ങനെ ഒരു പയ്യനിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടത്. പിന്നെ ഇത് ഗായ്സ് നമ്മുടെ രംഗോളി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരുക്കത്തിലാണ് കുട്ടികൾ. ഞാൻ ആക്ച്വലി ഇത് റീൽ എടുക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അധികമൊന്നും ലെങ്ത് ഇല്ല. അപ്പോൾ കുട്ടികൾ വളരെ സൂക്ഷ്മമായി ക്രിയാത്മകമായിട്ട് ഇങ്ങനെ രംഗോളി വരച്ചുകൊണ്ട് ാണ് അതിങ്ങനെ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളറിട്ട് വല്ലാത്തൊരു ക്രിയാത്മകത. അപ്പൊ എന്തായാലും കുട്ടികൾ വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് രംഗോളി വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ലാസ്റ്റ് ആകുക എന്നുള്ളതിന്റെ എൻ്റെ ഈ വീഡിയോയുടെ വ്ളോഗിന്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഗേൾസ്, നസ്ര കോളേജിനെ ഇളക്കി മറിച്ച നമ്മുടെ കബഡി മത്സരമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി മത്സരമായിരുന്നു. ഞാനിങ്ങനെ ചെറിയ കുട്ടികളെ കബഡി 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 എന്നിങ്ങനെ ഓടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇത്രയും വലിയ മുതുക്ക മനുഷ്യന്മാരെ കബഡി കളിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. കുറെ ഉന്തിത്തള്ളി മറിച്ചിടുന്നു, കുറെ പേര് പിടിച്ചു വെക്കുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. പുരി വെയിൽ നോക്കാതെ കുട്ടികളൊക്കെ കണ്ടു അങ്ങനെ ഗാലറിയിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ വിശാലമായ ഗ്രൗണ്ട്. നമ്മുടെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇന്ന് പന്തുകളിയൊക്കെ ഉണ്ടായിരുന്നു, പെൺകുട്ടികളുടെ പന്തുകളിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതൊന്നും കാണാൻ പറ്റില്ല. കാരണം അതിന് ബേബിക്ക് നല്ല പനിയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോന്നു. 4 മണിയാകാൻ നിൽക്കുന്നു. ഞാൻ പഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു ഗൈസ്. അങ്ങനെ കബഡി കളി കണ്ട് എൻ്റെ കിളി പോയി ഇരിക്കുകയാണ് ഞാൻ. ആക്ച്വലി എന്താണെന്നറിയോ, കുറേ പേര് വീണിട്ട് കാല് മുറിയുന്നു, കയ്യിൻ്റെ അവിടെ നിന്ന് ചോരയിൽക്കുന്നു. ഇവർക്ക് അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, യുദ്ധത്തിലൊക്കെ ഒരാൾക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈ വെട്ടി മുറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൈ കൊണ്ട് വാളോങ്ങുന്ന് പറഞ്ഞ പോലെ അതേപോലെയാണ് ഇവർ. ഇതിൻ്റെ ഒരു ഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതൊക്കെയാണ് അതിൻ്റെ ഒരു കഥ. ഞാനിതുവരെ കബഡി കളിച്ചിട്ടില്ല ഗൈസ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തായാലും നല്ല രസമുണ്ട്. ചൂടും വെയിലും ഒന്നും വകവെക്കാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്നത് ഷബീബ് സാർ ആണ് എന്നാണ് എൻ്റെ ബലമായ സംശയം. സാറിൻ്റെ പേര് ഷബീബ് സാർ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഇതിങ്ങനെ ഒരു ചെറിയൊരു കൂടാരട്ടോ. നമ്മുടെ പി ടി സാറിൻ്റെ പേര് ഷബീബ് സാറാണ്. അപ്പോൾ ആ സാറിനും പിന്നെ കുറച്ച് പങ്കാളികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ കബഡി. ഞാനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എൻ്റെ കൂടെയുള്ള നജ്മ മിസ്സിനോടും നദീറ മിസ്സിനോടൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ, ആക്ച്വലി കളി എങ്ങനെ കളിക്കുക എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞുതരാണ്. ഇതെന്താണെന്നറിയാം, പൊടി അടിച്ചിട്ട് എന്താണെന്നറിയില്ല, എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ സ്ക്രീനാകെ അങ്ങോട്ട് മങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു പഠിച്ചോനെ വീണ് എൻ്റെ സ്ക്രീന് ഡിങ്കോൾഫി ആയോ എന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ സംഭവം എന്താണെന്നറിയാം, പൊടി അടിച്ചിട്ടേ എൻ്റെ ഗ്ലാസ്സുമ്മ നിറയെ അങ്ങോട്ട് പൊടി അടിഞ്ഞ് വീണിട്ട് അങ്ങോട്ട് ബ്ലറായിപ്പോയി. ഇതേ മീഷോന്ന് അല്ല, മീഷോ ആമസോൺ കഴിച്ചു. ഇതിൻ്റെ ഒരു ബ്ലാക്ക് എത്രയും ഓർമ്മയില്ല, കുറേ പണ്ടത്തെ കണ്ട ഗായ്സ്. ഈ ഗ്രൗണ്ടിലിക്കടെ ചെക്കന്മാരെ ദുൽമോണ്ടേ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ അടക്കം ആകെ ഡിങ്കോൾഫി ആയിപ്പോയി, അൽക്കുലത്തായിപ്പോയി. എന്നാലും ഇവരെ കളിക്ക് മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഇങ്ങനെ ഇരുന്ന് കബഡിയൊക്കെ കാണാനൊക്കെ പറ്റിയല്ലോ. അതാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗായ്സ് ഓരോന്നിൻ്റെ കോലൊക്കെ കണ്ടില്ല, ആകെ ചെളിയും പിന്നെ അതുപോലെ തന്നെ ചോക്ക് പൊടി എന്തൊക്കെയോ ആയിട്ടുണ്ട്. മിക്കവാറും വരെ സോപ്പും സാബൂനും മുണ്ടൊക്കെ ആയിട്ട്, മുണ്ടെന്ന് പറയാൻ പറ്റില്ല, തോർത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പ്രശ്നമല്ലേ. അപ്പോൾ പിന്നെ ഇവരെ ഉമ്മമാർക്ക് ഇന്ന് നല്ല പണി ഉണ്ടാവും. കാരണം ഇവരെ ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കലൊരു പണിയാണല്ലോ, പാവം വീട്ടിലെ ഉമ്മമാരെ ആലോചിച്ചിട്ട്. അപ്പം ഞാൻ അങ്ങനെ
വേവലാതിപ്പെടുന്നു കണ്ട് ഓരോരുത്തരും ഞൊണ്ടി നടക്കണം കണ്ട ഗൈസ്. വീണിട്ട് കാലും കൈയൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവരെ കളിൻ്റെ ആരവം കൊണ്ടേ അതാണ്. പിന്നെ എന്താ പറയുക, കളിൻ്റെ ഇടയിൽ ഇച്ചിരി വഴക്കും വക്കാടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തീർപ്പാക്കിയിട്ട് വീണ്ടും വരികയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു രസമല്ലേ. പിന്നെ കണ്ട അപ്പുറത്തൊരു പയ്യൻ ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എന്താ പറയുക, ക്ഷീണിച്ച് അവശരായി വന്നിരിക്കുന്ന യോദ്ധാക്കൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. കുറേ പേര് എന്താ പറയുക, മറ്റേ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് നടക്കുന്നുണ്ട്, കുറേ പേര് വെള്ളം കൊടുക്കുന്നു, കുറേ പേര് വീട് കിടക്കുന്നു. മൊത്തത്തിലൊരു യുദ്ധാന്തരീക്ഷമാണ് എനിക്ക് ഇന്നലെ അവിടെ കാണാൻ പറ്റിയത്. ഞാൻ നിന്നിങ്ങനെ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞു മിസ്സിന്റെ സബ്സ്ക്രൈബറാണ് ഞാൻ. ആദ്യം ഞാൻ കേട്ട പോലെ ഭാവിച്ചില്ല. വീണ്ടും പറഞ്ഞു മിസ്സിന്റെ സബ്സ്ക്രൈബറാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പയ്യൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവനെ വീഡിയോയിൽ എടുത്തു നോക്കാന്ന് പറഞ്ഞപ്പോൾ ഓൻ്റെ ഒരു നാണം, അതിന് കല്ലിട്ടോ എന്ന് പറഞ്ഞ 2 ഡയലോഗ്. അപ്പോൾ പിന്നെ ഞാൻ ക്യാമറ തിരിച്ച് ഗൈസ് ഫ്രണ്ടിലോട്ട് തന്നെ. സത്യം പറഞ്ഞാൽ ഗൈസ് അന്തല്ലാത്തതുകൊണ്ടാണ് എനിക്ക്. കാരണം എന്താണെന്ന് അറിയാം, ഇവർ തോറ്റിട്ടില്ല ഒരു ജയിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കണേ. അന്തല്ലാത്തതുകൊണ്ടാണ്. കാരണം ആരാ ജയിച്ചു ആരാ തോറ്റു ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. കുറേ അങ്ങോട്ട് ഓടുന്നു, കുറേ ഇങ്ങോട്ട് ഓടുന്നു. ഇതൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവന് പുറത്തായി, അവനിങ്ങനെ ആയി ഇങ്ങനെ നജ്മ മിസ് നദീറ മിസ് ഒക്കെ പറയുമ്പോഴാണ് ഗൈസ് ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടിച്ചാടി നടക്കുന്നത്. ഫൗൾ പ്ലേ ഒന്നും കളിക്കണില്ല. ഓന് ഫൗളൊന്നും കളിക്കണില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ആന്തരിക നോളജ് എന്ന്. ജ്ഞാനവും നോളജും കൂടെ മിക്സ് ചെയ്ത് നോളജ് ആയിപ്പോയി. അപ്പം ആന്തരിക നോളജാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. എന്തായാലും എസ്കേപ്പ്, ഭയങ്കരമായ എസ്കേപ്പ്. എന്താ അറിയോ, നമ്മളെ പയ്യനാണ് സഹദ്. സോഷ്യോളജി ഫസ്റ്റ് ഇയറിലുള്ള കുട്ടിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അരങ്ങ്. ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട യൂണിഫോം ഇട്ട ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏതാ ടീമെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു മിണ്ടാപ്രാണിയായി കാണിയായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രം. പൊടി അടിച്ചിട്ട് എൻ്റെ അലർജി കുഞ്ഞാമ വരുമെന്ന് വിചാരിച്ച് ഞാനത് മാസ്ക് ഒക്കെ കെട്ടിയിട്ടാണ് ഇരിക്കണം. എനിക്ക് ഡസ്റ്റ് അലർജി കുറച്ച് അധികം കൂടുതലാണ്. പിന്നെ കുട്ടികൾ പറഞ്ഞു മിസ്സേ നിങ്ങൾ വൈകുന്നേരം പെൺകുട്ടികൾ എന്താണ് ഫുട്ബോളൊക്കെ ഉണ്ട് പറഞ്ഞു. പക്ഷേ ഗൈസ് വീട്ടിലേക്ക് പോകാൻ നേരം കുറേ വൈകിട്ടുണ്ട്. കാരണം എൻ്റെ കിടാങ്ങൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു മാതൃഹൃദയം ഉണർന്നത് കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. നടന്ന് വരുന്നത് നമ്മുടെ നദീറ മിസ്സാണ് കേട്ടോ. ഇങ്ങനെ നടന്നു വരുന്ന നദീറ മിസ്സാണ്. ഈ പോകുന്നത് സാബിറ മിസ്സാണ്. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ രംഗോളി എന്ന് പറയുന്നത്. കുട്ടികൾ വളരെ മനോഹരമായിട്ട് രംഗോലിയൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ കാണുമ്പോൾ ഓണപ്പൂക്കളൊക്കെ തോറ്റുപോകും. അപ്പോൾ ഇത് നമ്മൾ 2 റൂമിലാണ് കേട്ടോ രംഗോലി ഇട്ടിട്ടുള്ളത്. എത്ര ടീമാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് നല്ല ഭംഗിയുണ്ട്. ഒരു പോട്ടൊക്കെ വെച്ച് എനിക്കറിയില്ല, ബ്ലൂ വയലറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇപ്പം എന്താ പറയുക, ചാവി ഇങ്ങനെ താല ഹിന്ദിയിൽ താല എന്ന് പറയും. താല ഇങ്ങനെ പൂട്ടിയത് ഞാൻ കാണിച്ചത്. ഇനിയിപ്പോൾ ഞാൻ തുറന്നിട്ട് അതിനകത്ത് എന്തൊക്കെയോ പരാക്രമം കാണിച്ചു എന്ന് തോന്നണ്ട. അപ്പം ഞാൻ തുറന്ന് അതേപോലെ പൂട്ടിയിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു രംഗോലി. ഇതിന് കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, ദിയാസ്. ഹിന്ദി സീരിയൽ കാണുന്നോണ്ടാ തോന്നുന്നു ഭയങ്കരമായിട്ട് ഹിന്ദിയൊക്കെ ഇടക്കിടക്ക് വരും. അപ്പോൾ ഗൈസ് അതാണൊരു ഇതിൻ്റെ ഇതൊക്കെ. അപ്പോൾ ഇത് മറ്റൊരു രംഗോലി കേട്ടോ. അപ്പോൾ ഇതിലേതാ രംഗോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണത്. നല്ല രസമുണ്ടല്ലേ, ഒരു മയിൽപ്പീലി അതിനകത്ത് മയിൽപ്പീലിയല്ല മയിൽ, പിന്നെ ഒരു ദിയ, വീണ്ടും വെളിച്ചം അല്ല എന്താ ഇപ്പോൾ പറയും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആ സാധനമൊക്കെ ഉണ്ട്. നിങ്ങൾ കാണും ഭയങ്കര പരിഷ്കാരിയാണ് ദിയ, ഹിന്ദിയൊക്കെയുള്ളൂ പറയാമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒന്നല്ല, ഫസ്റ്റ് വായിൽ വരുന്ന അതാ. അങ്ങനെ ഗായ്സ് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. രഞ്ജിത്ത് സാറിനും കൂടെ ഒന്ന് കാണാം. ഇതൊക്കെ നാച്ചുറലാണ്. രഞ്ജിത്ത് സാറാണ് നമ്മുടെ ഫൈൻ ആർട്സിന്റെ കോർഡിനേറ്റർ. പുലി ആളാണ് കേട്ടോ, പുലി ആളാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഫോർ നൗ.